നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം പ്രശാന്ത്. ഡൽഹിയിൽ കലാപ സാധ്യത, അതീവ ജാഗ്രത അല്ലേ? കഴിഞ്ഞ ദിവസം കല്ലെറിഞ്ഞു എന്നാണ് ശരിക്കും വാർത്ത. കല്ല് മാത്രമല്ല, പലതും കൈകിട്ടുകയെല്ലാം എടുത്ത് പോലീസിനെ എറിഞ്ഞു. ഇന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പാർലമെൻറ്റിൻ്റെ അടുത്ത് വരെ എത്തി. അതായത് നേപ്പാളിൽ ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നല്ലോ, നേപ്പാളിൽ പ്രക്ഷോഭകാരികൾ അല്ല, നമ്മൾ കേരളത്തിലെ ചാനലുകൾ, പ്രത്യേകിച്ച് ഏഷ്യാനെറ്റ്, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ സ്വന്തം ചാനൽ, അദ്ദേഹത്തിന് 89% ഷെയറുള്ള ചാനൽ കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നത് ഡൽഹിയിൽ വലിയ കലാപം നടക്കുകയാണ്. നരേന്ദ്രമോദി ഇപ്പോൾ പലായനം ചെയ്യും, ഡൽഹിയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടും, ഗുജറാത്തിലേക്ക് ഓടി സ്വകാര്യ വിമാനത്തിൽ കയറി രക്ഷപ്പെടും. അധികാരം ഇപ്പോൾ ഈ ജൻസികൾ പിടിക്കും. പിന്നെ അഭിജിത് ദീപ് കെയോ സോനം വാങ്ചുക്കോ ഒക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും. രാഹുൽ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ചൈനയിലോ അമേരിക്കയിലോ എന്തിന് ബംഗ്ലാദേശിലോ ശ്രീലങ്കയിലോ നേപ്പാളിലോ ആണ് നടന്നിരുന്നെങ്കിൽ അവിടെ പോലീസ് അടിച്ചമർത്തിയാണ്. അവിടുത്തെ നിയമം ഇവിടുത്തെ നിയമം പോലെയല്ല. പക്ഷെ നമ്മൾ ജനാധിപത്യ രാജ്യമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നമ്മൾ മാനിക്കുന്നുണ്ട്. ആ ഒരു മാന്യത ഇവർക്കും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ജന്തർ മന്ദർ ഇത്രയെങ്കിലും തുറന്നു കൊടുത്തതും ഇപ്പോൾ അവർ ജന്തർ മന്ദർ തിരിച്ചു പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ എനിക്ക് അവിടെ ഇനി പുതിയ പാർലമെന്റ് ഭരണ സംവിധാനം വരുമോന്ന് അറിയില്ല. അല്ല, സംഭവിച്ചത് ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം ഇതെല്ലാം പറയുന്നു, വേറൊരു കാര്യം ശ്രദ്ധിച്ചോ. ഈ ഉത്തരേന്ത്യൻ മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് NDTV, റിപ്പബ്ലിക്, അതുപോലെ ടൈംസ് നൗ, ഇന്ത്യ ന്യൂസ് ചാനലുകളെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു ഈ ജൻസി. ഇവര് കാണുന്ന ആ ചാനലുകളാണ് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ചാനലുകൾ, ദേശീയ മാധ്യമങ്ങൾ കാണുന്നത്. അത് മാത്രമല്ല രാജേഷ്, അതിനകത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് ഞാൻ അതിലേക്ക് വരുന്നു. അതായത് ഈ ഗോദി മീഡിയ എന്ന് പറഞ്ഞത്, അതായത് പണം വാങ്ങി ന്യൂസ് കൊടുക്കുകയാണ്, പണം വാങ്ങി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്ന് പറഞ്ഞാണ് ഇവരെ ആക്രമിച്ചത്. ഇവരെന്ത് തെറ്റായ വാർത്തയാണ് ഇതുവരെ, ഞാൻ ഈ വാർത്തകളെല്ലാം കാണുന്നുണ്ട്, എല്ലാം പരിശോധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെയൊക്കെ വിശകലനം വരുന്നുണ്ട്, ഇവരിടുന്നതും വരുന്നുണ്ട്. അല്ലാതെയുള്ള അതത് മാധ്യമങ്ങൾ യൂട്യൂബിൽ വഴി കൊടുക്കുന്ന ന്യൂസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, റിപ്പബ്ലിക് TVയും പിന്നെ ടൈംസ് നൗവും NDTVയും എല്ലാം വളരെ കൃത്യമായിട്ട് വാർത്തകൾ കൊടുക്കുന്നുണ്ട്. ഇവർ അവിടെ വരുന്നതും സമരം ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ മോദി സർക്കാർ വീഴും, ഈ കലാപം രാജ്യം മുഴുവനും കത്തിപ്പടരും, അത്തരത്തിലുള്ള എക്സാജറേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഒന്നും ഇവർ കൊടുക്കുന്നില്ല. ചില സംശയങ്ങൾ ഈ ചാനലുകൾ പുറപ്പെടുവിച്ചിരുന്നു. ഈ നമ്മുടെ ഹർഷവർദ്ധന്റെ രാജി, അല്ലെങ്കിൽ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, പിന്നെ ഈ നീറ്റ് പരീക്ഷാ പേപ്പർ ചോർന്നതിൻ്റെ ആ ഒരു അതിൻ്റെ പ്രതിഷേധം, ഇതൊക്കെയായിരുന്നു ഇവരുടെ വിഷയങ്ങൾ. സമരത്തിന്റെ ലക്ഷ്യങ്ങൾ. മന്ത്രി രാജിവെക്കണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, പോട്ടെ, അത് കഴിഞ്ഞ് മോദി രാജിവെക്കണമെന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കാം. ഇവരെന്തിനാണ് സമരം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ചില ചിത്രങ്ങൾ പുറത്തു വന്നു, ബ്രാഹ്മണിക്കൽ ഹെജിമണി എക്സ്പെൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ പരീക്ഷ മാത്രമല്ല ചർച്ച ചെയ്യുന്നത് എന്താണ്, അവരുടെ ബാനറുകൾ ഈ കുട്ടികൾ ഇവർ തയ്യാറാക്കുന്നതാണ്. അതിൽ ബ്രാഹ്മണിക്കൽ ഹെജിമണിക്കെതിരെയൊക്കെ ബാനർ എഴുതി വെക്കുക. രാജേഷ്, അതൊക്കെയാണെങ്കിൽ നമുക്ക് പിന്നെയും സഹിക്കാം. ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണം. നോക്കൂ, ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെതിരെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ഭാവി, ശരിയാണ്, നീറ്റ് പരീക്ഷയിൽ ക്രമക്കേടുണ്ട്, അതിൻ്റെ ഉത്തരവാദികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, അവർക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണം. ഈ കാര്യത്തിൽ നമ്മൾ മാധ്യമപ്രവർത്തകരെല്ലാവരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്ന കാര്യമാണിത്. ഇതിനു വേണ്ടി പ്രതിപക്ഷം ശബ്ദമുയർത്തണം എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ മോദി സർക്കാരിൻ്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കണമെന്നല്ല. ഈ കാര്യത്തിൽ കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കണം. ഇതിനി ഉണ്ടാകാത്തവണ്ണം കർശനമായ നടപടികൾ വരണം. ഇതാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. ഈ ആവശ്യം ന്യായമാണ്, ഇതിനോട് നമുക്ക് യോജിക്കാം. അതിൻ്റെ പേരിൽ പാർലമെൻറ്റിലടക്കം വലിയ പ്രതിഷേധമുയരുന്നതിനെ നമ്മൾ അംഗീകരിക്കുന്നു. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി, നമ്മുടെ കുട്ടികളുടെ ഭാവി ഒക്കെ അത് വെച്ച് പന്താടാൻ നമ്മൾ ആരെയും അനുവദിക്കരുത്. അത് കഴിഞ്ഞു, റിസൾട്ടും വന്നു. ഇപ്പോൾ ശരിയാണ്, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി വേണം,
ന്യായമായൊരു ആവശ്യമാണ്. പ്രതിപക്ഷം തീർച്ചയായിട്ടും അത് ചോദിക്കേണ്ടതാണ്, അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തേണ്ടതാണ്. പക്ഷേ ഈ സമരത്തിനിടയ്ക്ക് എങ്ങനെയാണ് ഈ ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരണം? അതുപോലെ അല്ല, ഇത് കഴിഞ്ഞില്ല. കാശ്മീർ വിട്ടുകൊടുക്കണം, കാശ്മീരിന് സ്വാതന്ത്ര്യം കൊടുക്കണം, കാശ്മീരിന്റെ ആസാദി. ലഡാക്ക് പറഞ്ഞില്ല? അല്ല, അത് പറഞ്ഞു. ലഡാക്കിന് പ്രത്യേക രാജ്യമാക്കി കൊടുക്കണം. ഇതൊക്കെ ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾക്കെതിരെ നടക്കുന്ന സമരത്തിനകത്ത് ഇതെല്ലാം എങ്ങനെ കടന്നു വരുന്നു നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അത് അനുവദിച്ചു കൊടുക്കാൻ പാടുള്ളതാണ്. നടക്കുന്ന കാര്യമല്ലോ. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ. CAA വിരുദ്ധ സമരം, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്. ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് മുസ്ലിങ്ങളുടെ പൗരത്വം കളയുന്നതാണ് എന്ന് ഇവിടെ കോൺഗ്രസും CPM ഒക്കെ പ്രചരിപ്പിച്ചു. CPM പിണറായി വിജയൻ അങ്ങ് ഉറഞ്ഞു തുള്ളുകയായിരുന്നു, ഈ വെളിച്ചപ്പാട് തുള്ളുന്നത് പോലെ ഉറഞ്ഞു തുള്ളുകയായിരുന്നു. കോൺഗ്രസ് തുടക്കത്തിൽ ഇതൊക്കെ പറഞ്ഞെങ്കിൽ ഒരല്പം മുന്നോട്ട് പോയപ്പോൾ കോൺഗ്രസ് ഇതിൽ നിന്ന് പിന്നോട്ട് പോയി. കോൺഗ്രസ് മാത്രമല്ല, ലീഗ് അടക്കം പിന്നോട്ട് പോയി. ലീഗ് പിന്നെ സ്വരം മാറ്റി, കോൺഗ്രസും സ്വരം മാറ്റി. അത് മുസ്ലിങ്ങളുടെ പൗരത്വം എടുത്തു കളയുന്നതല്ല, പക്ഷേ പിന്നെ പാകിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥികളായി വരുന്ന മുസ്ലിങ്ങൾക്കും പൗരത്വം കൊടുക്കണം എന്നായി. പോട്ടെ, അതൊരു ന്യായമായ ആവശ്യമാണെന്ന് പറയാം. അങ്ങനെ വരുന്ന മുസ്ലിങ്ങൾക്ക് പൗരത്വം കൊടുക്കാൻ ഈ രാജ്യത്ത് നിയമമുണ്ടെന്നേ. ഏത് രാജ്യത്തുനിന്ന് ഇവിടെ വന്നാലും അവർക്ക് പൗരത്വം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള നിയമം ഇവിടെ ഉണ്ട്. ഒന്നുകിൽ കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കില്ല, ആ നിയമം ഇവിടെ ഉണ്ട്. പക്ഷേ ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിന് ഇതുമായിട്ട് എന്ത് ബന്ധം? അത് ആരുടെയും പൗരത്വം എടുത്തു കളയുന്നതല്ല, പൗരത്വം കൊടുക്കുന്ന അഭയാർത്ഥികളായി വരുന്നവർക്ക് പൗരത്വം കൊടുക്കുന്ന നിയമമാണ്. അതിനകത്ത് 1947 വിഭജനത്തിൻ്റെ ഇത് വെച്ചുകൊണ്ട് തന്നെ ചില ക്ലോസുകൾ ചേർത്ത് അമെൻഡ് ചെയ്തെടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ അന്ന് ആ കലാപം, ഡൽഹി കലാപം ആരംഭിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നറിയാമോ? ഈ ഡൽഹി കലാപം ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം അങ്ങനെയൊക്കെ ഉള്ളവരെല്ലാം ചേർന്നാണല്ലോ ഈ കലാപം ആരംഭിക്കുന്നത്. അതിലാണല്ലോ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത്. ജാമ്യം കിട്ടിയിട്ടല്ലോ, സുപ്രീം കോടതി വരെ പോയിട്ട് ജാമ്യം കിട്ടിയിട്ടില്ല. അങ്ങനെ അമേരിക്കയിൽ നിന്ന് ന്യൂയോർക്കിൻ്റെ മേയർ മംദാനി വരെ വിളിച്ച് പിന്നെ മോദിയെ വിരട്ടുകയാണ്. അല്ല, മോദിയെ വിരട്ടുകയാണ്. ആ ചെറുക്കന് പെട്ടെന്ന് ജാമ്യം കൊടുത്തോ ഇല്ലേ വിവരം അറിയും എന്നൊക്കെ പറഞ്ഞ് വിരട്ടുകയാണ് മോദിയെ. സോഷ്യൽ മീഡിയ കൂടെയാണ് കേട്ടോ ഈ വിരട്ട്, അല്ലാതെ നേരിട്ടൊന്നും വിരട്ടാനുള്ള ധൈര്യമൊന്നുമില്ല. ഇരിക്കട്ടെ. ഈ സമരം തുടങ്ങുന്നത് ട്രംപ് ഇന്ത്യ സന്ദർശിക്കാൻ വന്ന ദിവസമാണ്. അതായത് ട്രംപ് ഇന്ത്യ സന്ദർശിക്കാൻ വരുന്ന ദിവസം ഈ കലാപം ആരംഭിക്കുകയാണ്. 1 മാസത്തോളം അത് നീണ്ടു നിന്നു എന്നുള്ളതാണ്. ചെറുതും വലുതുമായ ആക്രമണങ്ങൾ, സംഘർഷങ്ങളൊക്കെ ആയിട്ട് അതവസാനം പോലീസ് ഉദ്യോഗസ്ഥരുടെ 51 പേരുടെ മരണത്തിൽ കലാശിച്ച കൊലപാതകത്തിൽ കലാശിച്ച ഒരു കലാപമാണ്. അപ്പോൾ ഇവിടെ അതുപോലെ വളരെ കൃത്യമായിട്ട് ഈ കോക്രോച്ച് പാർട്ടിയുടെ ഈ കലാപ സമാനമായ ഈ സമരം ആരംഭിക്കുന്നത് നമ്മുടെ പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്ന ദിവസമാണ്. അന്നാണ് സൻസദ് മാർച്ച് എന്നും പറഞ്ഞ്. നേരത്തെ അതിനു മുമ്പേ സോനം വാങ്ചുക്ക് നിരാഹാരം കിടന്നു. ഈ സോനം വാങ്ചുക്കും അയാളുടെ അനുയായികൾ എന്താണ് പറയുന്നത്? ചൈന ഇന്ത്യയെ ലഡാക്ക് വഴി ആക്രമിക്കാൻ കയറി വന്നാൽ ഞങ്ങൾ തടയില്ല, ഞങ്ങൾ അവർക്ക് വഴി കാണിക്കും എന്നാണ് പറഞ്ഞത്. ഈ സോനം വാങ്ചുക്കിനെ ഒന്നും ജയിലിടിഞ്ഞാൽ പോലും വെളിയിൽ വിടരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവർക്കൊന്നും യാതൊരു ജനാധിപത്യ അവകാശങ്ങളും കൊടുക്കരുത്. കാരണം രാജ്യത്തിനെതിരെയാണ് സമരം. നിങ്ങൾ മോദിക്കെതിരെ സമരം ചെയ്തോളൂ, കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്തോളൂ, നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിനെതിരെ സമരം ചെയ്തോളൂ. ഇവിടെ ആർക്കും അതിൽ ഒരു പരാതിയുമില്ല. നിങ്ങളുടെ സമരം ന്യായമാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കാൻ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങളുണ്ട്, പൗരന്മാരുണ്ട്. പക്ഷേ നിങ്ങളുടെ സമരം രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും എതിരാണെങ്കിൽ നിങ്ങളെ വലിച്ചു ചുരുട്ടിക്കൂട്ടി ചവറ്റുകുട്ടയിലെറിയും, ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക്. ഡൽഹി സർക്കാർ തന്നെയാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്. കാരണം ഡൽഹിയിൽ ഒരു സർക്കാരുണ്ട്, വ്യവസ്ഥാപിതമായ സർക്കാരുണ്ട്, ഡൽഹി ഭരിക്കുന്ന സർക്കാരുണ്ട്. അവർക്ക് അവിടുത്തെ ലാൻഡ് ഓർഡർ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതൊക്കെ ജനാധിപത്യപരമായ രീതി എല്ലാം സമരവും അക്രമാസക്തമാകട്ടെ എന്ന് വിട്ടുകൊടുക്കാൻ പാടുള്ളതല്ല. ഒരു ജീവനെങ്കിലും പൊലിഞ്ഞാൽ അതെ നഷ്ടം നാടിനാണ്. അല്ല, അവിടെ എനിക്ക് ഈ 50-ലധികം പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെ? കല്ലേറിൽ എത്ര വാഹനങ്ങൾ എറിഞ്ഞ് തകർത്തു. കുപ്പി വെള്ളം, അതായത് കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് എറിയുകയാണ്. എത്ര മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റു. പെൺകുട്ടികൾ ടൈംസ് നൗവിൻ്റെ ലേഖിക വന്ന് പറയുകയാണ് എൻ്റെ തലയ്ക്കടിയേറ്റു എന്ന്.
നോക്കൂ, ഈ മാധ്യമ പ്രവർത്തകരെ ഇതിൻ്റെ ഇടയ്ക്ക് ആക്രമിക്കുന്നത് എന്തിനാണ്? ഗോദി മീഡിയ. ഈ മീഡിയ ഇപ്പോൾ ഉത്തരേന്ത്യയിലെ മാധ്യമങ്ങൾ പലതും നമുക്കറിയാം. പണ്ടും രാജേഷ് ജി, ഈ നമ്മളിപ്പോൾ കേരളത്തിൽ സമരം നടന്നാൽ, തിരുവനന്തപുരത്ത് സമരം നടന്നാൽ, ഈ നമ്മളെ SFIയുടെ പല സമരങ്ങളും കണ്ടിട്ടുണ്ട് അല്ലേ? അതെങ്ങനെയാണ് അക്രമാസക്തമാകണമെന്ന് നമുക്കറിയാം. അതിനിടയ്ക്ക് മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെട്ട സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതേ അച്ചാണ് ഡൽഹിയിലും. ഇതിനോട് വളരെ സാമ്യതയുള്ള ഒരു സമര രീതിയാണ് ഡൽഹിയിൽ. അപ്പോൾ ഈ പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടിക്കകത്തേക്ക് ഈ അക്രമ സമരത്തിൻ്റെ മുൻകാല ചരിത്രം എങ്ങനെയോ നുഴഞ്ഞു കയറിയിരിക്കുന്നു. അപ്പോൾ അവിടെ ഈ സമരപ്പന്തൽ സന്ദർശിച്ച് പിന്തുണ കൊടുത്തത് ആരൊക്കെയാണ്? MA ബേബി, വൃന്ദ കാരാട്ട്. നോക്കൂ, ഇവിടെ സാക്ഷാൽ പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു, രാജ്യത്തിൻ്റെ യുവത ഉണർന്നു, ഇനി മോദിക്ക് രക്ഷയില്ല എന്ന്. ഈ ആശമാര് വർഷം സമരം ചെയ്തു. അല്ല, അതുപോലെയാണല്ലോ അന്ന് ജൂൺ മാസത്തിൽ വീട്ടിൽ ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിട്ട് പുറത്തു പോയപ്പോൾ പിണറായി വിജയൻ പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ കരുത്ത് കാട്ടി, ഞങ്ങൾ ചെറുത്ത് തോൽപ്പിച്ചു, ഞങ്ങൾ പാർട്ടി കരുത്ത് കാട്ടി. എന്നിട്ട് എന്തായി? മണിക്കൂർക്ക് 26 പേരെ കൊണ്ടുപോയി. അവരെ ഇപ്പൊ നേതാക്കളും ഇപ്പം അകത്താവും. അല്ല, ഈ ആരെങ്കിലും അതിൽ പലരും ഉണ്ട്. MV ഗോവിന്ദൻ സഖാവിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നവർ, വലങ്കൈ സഖാവ് പിണറായി വിജയന്റെ ആവശ്യം വന്നാൽ തെരുവിൽ ഇറങ്ങുന്നവർ. IP ബിനുവിനെ പോലെയുള്ള മുൻ പോയി നോക്കിയോ? ജയിലില് ഓരോ തൊട്ടടുത്തില്ലേ പുജപ്പുര സെൻട്രൽ നോക്കും? പുജപ്പുര സെൻട്രൽ ജയിലുണ്ട്, ഇന്ന് സബ് ജയിലിൽ കിടക്കുന്നത്. ഇത് ഒന്ന് പോയി സ്വന്തം കാര്യം സിന്ദാബാദ്. ബാക്കി അത് പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളാനും. മറ്റു ചില ഈ സമരം അന്ന് അവിടെ ഉണ്ടായിരുന്ന ചില നേതാക്കളൊക്കെ അടിക്കടി ഇവരെ. അല്ല, അതങ്ങനെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിയോഗിക്കും, ഓരോരുത്തരെ നിയോഗിക്കും. ഈ സഖാവ് ഇന്നത് ചെയ്യണം, ഈ സഖാവ് ഇന്നത് ചെയ്യണം, അങ്ങനെയാണ്. അപ്പം അവർക്കേ ജയിലിൽ പോയി കാണാൻ അനുവാദമുള്ളൂ, ബാക്കിയുള്ളവരാരും പോകാൻ പാടില്ല. കാരണം ഇവരെല്ലാം എല്ലാ ആഴ്ചയും ജനലാശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ഒക്കെ പലവിധ അസുഖങ്ങളുണ്ട്. അസുഖങ്ങൾക്കെല്ലാം ചികിത്സയ്ക്കായിട്ട് ജയിലിൽ നിന്ന് ഇവരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ചെന്ന് ഡോക്ടർമാരെ കണ്ടേ പറ്റുള്ളൂ. കൃത്യമായിട്ട് ഡോക്ടർമാരെ കണ്ട് ചികിത്സ മരുന്ന് വാങ്ങി തിരികെ അവർ പോവുകയാണ്. ഏതെങ്കിലും ഒരു വേളയിൽ ഈ ആശുപത്രിയിലെങ്കിലും ചെന്നൊന്ന് ഈ സമര സഖാക്കളെ, ഇവർക്ക് വേണ്ടി, പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടി, അത് പ്രതീക്ഷിക്കുകയേ വേണ്ട, അത് പാർട്ടി മെമ്പർ പോലും അല്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി പോയി അടിയുണ്ടാക്കി ജയിലിൽ കിടക്കുന്ന ഇവരെ, ഈ പാവം സഖാക്കളെ ഒന്ന് പോയി കാണാനായിട്ട് ഞാനിത് ആലോചിക്കുകയും ചെയ്തു. എന്താ ഇവർ പോകാത്തത്? പ്രതിപക്ഷ നേതാവല്ലേ? ശരി, മുഖ്യമന്ത്രി ജയിലിൽ പോയി കാണുന്നില്ല എന്ന് വയ്ക്കാം. അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയല്ല, പ്രതിപക്ഷ നേതാവാണ്. പിന്നെ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയാണ്. പിന്നെ നമുക്കൊരു മുന്നണി കൺവീനറുണ്ട്, TP രാമകൃഷ്ണൻ. എന്തേ ഇവരൊക്കെ എവിടെ പോയി? അവരാരും പോകില്ല, കാരണം അവരുടെ ആവശ്യം കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം ഈ പറഞ്ഞതുപോലെ ഗോദി മീഡിയ എന്ന് ആരോപിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളെ ആക്രമിക്കുന്നു. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കേരളത്തിലെ ഒറ്റ മാധ്യമങ്ങളെ അവർ ആക്രമിച്ചിട്ടില്ല. ഈ NDTV ഇവരൊക്കെ ദേശീയ മാധ്യമങ്ങളാണ്, ശരിയാണ്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളെ ആളുമാറി അല്ല, ഈ മാധ്യമങ്ങളെല്ലാം ഏതാണ്ട് ഒരേപോലെ ഒരേ സ്ഥലത്താണ് ഇവർ ഒരുമിച്ച് കൂടുന്നത്. ഇവരൊന്നും പലരും പല സ്ഥലത്തായിട്ട് പോയി റിപ്പോർട്ടിങ്ങിന് നിൽക്കില്ല. എല്ലാവരും ഒരുമിച്ച് നിന്ന് റിപ്പോർട്ട് ചെയ്യണം. നമുക്കറിയാം, സമരമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. കാരണം എപ്പോഴും വേണമെങ്കിലും സമരം അക്രമാസക്തമാകാം, നമ്മൾ ആക്രമിക്കപ്പെടാം. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർ എപ്പോഴും ഒരുമിച്ച് നിൽക്കും. കാരണം അവർ പരമാവധി ഈ കുഴപ്പങ്ങളെ തടയാൻ. അതുകൊണ്ട് ഈ ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്നതും കൂട്ടായി നിൽക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കൂട്ടായി നിൽക്കുന്നവരെ പെട്ടെന്ന് ആരും ആക്രമിക്കില്ല, ഒറ്റയ്ക്ക് നിൽക്കുന്നവരെയാണ് ആക്രമിക്കുന്നത്. അപ്പോൾ അവിടെ എന്തുകൊണ്ട് ഈ ഏഷ്യാനെറ്റിൻ്റെയോ മാതൃഭൂമിയുടെയോ മനോരമയുടെയോ ഒന്നും ലേഖകന്മാരെ ആക്രമിക്കുന്നില്ല, അല്ലെങ്കിൽ റിപ്പോർട്ടർമാരെ ആക്രമിക്കുന്നില്ല, അവരുടെ ക്യാമറ ടീമിനെ ആക്രമിക്കുന്നില്ല? അപ്പോൾ ഇത് വളരെ കൃത്യമാണ്, വളരെ ആസൂത്രിതമായിട്ടാണ് ഈ ഗോദി മീഡിയ എന്ന് ആരോപിച്ചുകൊണ്ട് NDTVയുടെയും ടൈംസ് നൗവിൻ്റെയും പിന്നെ ഒക്കെ റിപ്പബ്ലിക്കിൻ്റെയും ഒക്കെ റിപ്പോർട്ടർമാരെ ആക്രമിക്കുന്നത്, അതും പെൺകുട്ടികളെ ആക്രമിക്കുന്നത്. നമ്മൾ പലപ്പോഴും സമരം അക്രമാസക്തമാകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ നമ്മുടെ പുരുഷ റിപ്പോർട്ടർമാരെ, മെയിൽ റിപ്പോർട്ടർമാരെ ആക്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ക്യാമറ അടിച്ചു പൊട്ടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് ഇവരെല്ലാവരും ചെയ്തിട്ടുണ്ട്. CPM, കോൺഗ്രസ്, BJP എല്ലാവരും ചെയ്തിട്ടുണ്ട്. ഇവരാരും ആ കാര്യത്തിൽ മോശക്കാരല്ല. പക്ഷേ വനിതാ റിപ്പോർട്ടർമാരെ ആക്രമിക്കുന്നത് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല, വളരെ വളരെ കുറവാണ്. എന്തായാലും അതിപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ നമ്മളത് കണ്ടു. അങ്ങനെ അത് മാത്രമല്ല, ആ സമരം കഴിഞ്ഞ് ഈ അഭിജിത്ത് ദീപ്കെ
നിരാഹാരം കിടക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് നിരാഹാരം അവസാനിപ്പിക്കുന്നത് കണ്ടു, നാരങ്ങ നീര് കുടിച്ചു. അതൊരു നീറ്റ് പരീക്ഷയിൽ എഴുതാൻ പറ്റാത്തതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തൊരു കുട്ടിയുടെ അച്ഛൻ ചെന്ന് അഭ്യർത്ഥിച്ചു സമരം അപ്പോൾ സമരം അവസാനിപ്പിച്ചു. ഈ നിരാഹാരം അവസാനിപ്പിച്ച് സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. നാടകങ്ങൾ അവിടെ ആശുപത്രി കിടന്ന് നിരാഹാരം തുടരുക, വഴിയില്ല, മരുന്നും നിരാഹാരവും ഗ്ലൂക്കോസ് അല്ല, അത് പിന്നെ ഡ്രിപ്പൊക്കെ കയറുന്നോണ്ട് എന്തായാലും ചത്തുപോകില്ല. പക്ഷേ ഒരു കാര്യം, ഞാൻ അത് കഴിഞ്ഞുള്ള ദൃശ്യങ്ങൾ പലതും കണ്ടു. റോഡ് നിറയെ കല്ലുകൾ, ഈ പിന്നെ വെള്ളം നിറച്ച കുപ്പികൾ. അപ്പോൾ ഇവർ മനഃപൂർവ്വം, അതായത് ഒരു പ്രശ്നമുണ്ടാക്കി പോലീസിനെ, അതുപോലെ തന്നെ പോലീസിനെ ആക്രമിക്കുന്ന 50 പോലീസുകാർക്ക് പരിക്ക്. അല്ല, പാർലമെന്റിന്റെ അടുത്ത് വരെ എത്തുക എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ളൊരു ഒരു വഴി പോലീസും അധികൃതരും ചേർന്ന് തുറന്നിട്ട് കൊടുക്കില്ല. തീർച്ചയായിട്ടും പോലീസ്, എൻ്റെ അഭിപ്രായത്തിൽ ഈ സമരത്തെ അടിച്ചമർത്തേണ്ടതാണ്. ഇതിന് ഒരു ദയാദാക്ഷിണ്യം ഇവരോട് കാണിക്കരുത്. കാരണം ഇവർ സമരം ചെയ്യുന്നത് നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾക്കെതിരെ അല്ല. ഇവർ സമരം ചെയ്യുന്നത് ആർട്ടിക്കിൾ 370 തിരിച്ചു കൊണ്ടുവരാൻ, അതുപോലെ കാശ്മീരിന് സ്വയംഭരണം കൊടുക്കാൻ ഒക്കെയാണ് ഇവർ സമരം ചെയ്യുന്നത്. ഈ സമരം ചെയ്യുന്നവർ ഈ സമരത്തിന് വന്ന മറ്റൊരു വിശേഷം കൂടിയുണ്ട്. ഈ സമരത്തിന് വന്ന ചില ആൾക്കാർ സമരത്തിൽ നിന്ന് പിൻവാങ്ങിപ്പോകുന്നു. അപ്പോൾ അവരുടെ ബൈറ്റ് ചാനലുകൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഈ യൂട്യൂബൊക്കെ ചവറുപോലെ ഉള്ളത് കൊണ്ട് എല്ലാവരും വന്ന് ഇറങ്ങി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അതിൽ ചിലർ തിരിച്ചു അവർ പറയുന്നു, ഈ സമരത്തിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഇവർ എന്താണോ അതായത് ഇതിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വിളിച്ചു, അതിൽ നിന്ന് വളരെ വിഭിന്നമായ കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അവർ ആവശ്യപ്പെടുന്നത്. ഇത് ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റില്ല. ഞങ്ങൾ പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളെക്കുറിച്ച് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതിഷേധമുണ്ട്. അത് പ്രതിഷേധിക്കാനാണ് ഞങ്ങളിവിടെ വന്നത്. അല്ലാതെ ഞങ്ങൾ കാശ്മീരിൻ്റെ 370 എടുത്തു കളഞ്ഞത് പുനഃസ്ഥാപിക്കാനോ സ്വയംഭരണ പദവി കാശ്മീരിന് മടക്കി കൊടുക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല, അതിനല്ല ഞങ്ങൾ വന്നത്. ഇപ്പോൾ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും തകർക്കുന്ന തരത്തിലുള്ള ഒരു സമരത്തിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞ ഒരു വിഭാഗം പിരിഞ്ഞു പോകുന്നു. അപ്പോൾ ഇതൊക്കെ വാസ്തവത്തിൽ ഇത് വളരെ കൃത്യമായിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരോട് ഒരു ദയാദാക്ഷിണ്യവും കാണിക്കരുത്. കാരണം ഇത് കുറേ അർബൻ നക്സലുകളുടെ ബുദ്ധിയിൽ വിരിഞ്ഞ ഒരു ശിശുവാണ്, അതിൽ ജനിച്ച ഒരു കുഞ്ഞാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയും അതിൻ്റെ ഈ സമരവും. ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങളിലും അത്തരത്തിലുള്ള ആൾക്കാർ നുഴഞ്ഞു കയറി ഇരിപ്പുണ്ട്. അവരാണ് ഈ ഇത്തരം സമരങ്ങളെ വെള്ള പൂശിക്കൊണ്ട് ഇതിന് വലിയ പ്രചാരം, അതായത് ഡൽഹി കത്തുന്നു, ഡൽഹിയിൽ വലിയ കലാപം, ജെൻസി തെരുവിലിറങ്ങിയിരിക്കുന്നു, മോദിക്കിനി രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ എന്താ പറയുക വിടുവായത്തരം പറഞ്ഞുകൊണ്ട് വാർത്തകൾ കൊടുക്കുന്നത് അത്തരം ആൾക്കാരാണ്. അവരുടെ കുത്തിത്തിരിപ്പാണ് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയാം, സോഷ്യൽ മീഡിയയ്ക്ക് വലിയ ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യം ഏത് വിധേനയും പുറത്തു വരും, നിങ്ങൾ എന്തൊക്കെ കള്ളക്കളി കളിച്ചാൽ. കേരളത്തിലെ മാധ്യമങ്ങൾ ഒരു കാര്യം കൂടി ചെയ്യണം. ഒന്ന്, ഈ സമരക്കാരെ കേരളത്തിലെ ഒരു അവസ്ഥ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. 26 പേർ ആരോ പറഞ്ഞു കേട്ട്, ആരോ വാട്സാപ്പിൽ കൂടി ഒരു സന്ദേശം അയച്ച് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച 26 പേർ ഇപ്പോഴും ജാമ്യം പോലും ഇല്ല, ജയിലിടിഞ്ഞാൽ പോലും പുറത്തിറങ്ങാൻ പറ്റാതെ കിടക്കുകയാണ്. അവരെ കൂടി ഒന്ന് ഇറക്കണം, അല്ലെങ്കിൽ അവരുടെ ഗതി ഇവർക്ക് പറ്റുമെന്നുള്ള ഒരു സൂചന സമരക്കാർക്ക് നൽകണം.